അവധിയിലായിരുന്ന കേരള സർവകലാശാല വി.സി. ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഇന്ന് തിരിച്ചെത്തും. കേരള വി.സിക്കുള്ള ഫയലുകൾ രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാറിന് അയക്കാതെ നേരിട്ട് അയക്കാൻ ജോയിന്റ് രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രജിസ്ട്രാർ പരിശോധിച്ചയച്ച ഫയലുകൾ തിരിച്ചയച്ച് വി.സി. പോര് ശക്തമാക്കിയിരിക്കുകയാണ്. സർവകലാശാല ഭരണം കലുഷിതമാകുമ്പോഴും തൽക്കാലം ഇടപെടാതെ കളി കാണാനുള്ള തീരുമാനത്തിലാണ് ഗവർണർ. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് സസ്പെൻഷൻ റദ്ദാക്കിയതിന്റെ ബലത്തിൽ രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാർ ഇന്നലെ ഭരണപരമായ ചില ഫയലുകൾ പരിശോധിച്ചു. അംഗീകാരത്തിനായി താൽക്കാലിക വി.സി. ഡോക്ടർ സിസ തോമസിന് കൈമാറി. എന്നാൽ രജിസ്ട്രാറെ അംഗീകരിക്കാത്ത വി.സി. ഈ ഫയലുകൾ പരിശോധിച്ചില്ല. ജോയിന്റ് രജിസ്ട്രാർമാരോട് രജിസ്ട്രാറെ ഒഴിവാക്കി നേരിട്ട് വി.സിക്ക് ഫയലുകൾ അയക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയ വിദ്യാർത്ഥിനിക്ക് ഡിഗ്രി അംഗീകാര സർട്ടിഫിക്കറ്റ് നൽകിയത് രജിസ്ട്രാറെ ഒഴിവാക്കിയായിരുന്നു. ഫയൽ നേരിട്ട് അയക്കാൻ ഡോക്ടർ സിസ തോമസ് ജോയിന്റ് രജിസ്ട്രാർമാരോട് നിർദ്ദേശിച്ച ശേഷം ഒപ്പിടുകയായിരുന്നു. ഇത്തരം തീരുമാനങ്ങളുടെ ശക്തമായ തുടർച്ച തന്നെയാകും ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഇന്നു മുതൽ കേരള സർവകലാശാലയിൽ നടപ്പാക്കുക. സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാർ അയക്കുന്ന ഒരു ഫയലും ഒപ്പിടാതെ തിരിച്ചയക്കാനാണ് ചാൻസലറുടെ മനസ്സറിഞ്ഞുള്ള വി.സിയുടെ തീരുമാനം. രജിസ്ട്രാറുടെ ചുമതല നൽകിയ പ്ലാനിംഗ് ഡയറക്ടർ ഡോക്ടർ മിനി കാപ്പൻ എത്രയും വേഗം ചുമതല നിർവഹിക്കുവാനുള്ള നടപടികൾ ഉടനുണ്ടാകും. ചുമതല നൽകി വി.സി. ഉത്തരവിട്ടെങ്കിലും സാങ്കേതികമായി ഉത്തരവിറങ്ങാത്തതിനാൽ മിനി കാപ്പൻ ചുമതല എടുത്തിട്ടില്ല. ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഈ നടപടി വേഗത്തിലാക്കും. അതിനാൽ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിനെതിരായ SFIയുടെയും സിൻഡിക്കേറ്റിന്റെയും പ്രതിഷേധം ശക്തമാകും. അതേസമയം SFIയെ രംഗത്തിറക്കി ഗവർണർക്കെതിരെ CPM സമരം ശക്തമാക്കിയതിൽ രാഷ്ട്രീയ തന്ത്രമാണ് രാജ്ഭവൻ വിലയിരുത്തുന്നത്. ആശുപത്രികളുടെ ശോചനീയാവസ്ഥ പുറത്തു വന്നതിലൂടെ സർക്കാർ പ്രതിരോധത്തിലായപ്പോൾ വിഷയം മറയ്ക്കാനുള്ള ശ്രമമാണെന്ന് കാണുകയാണ് രാജ്ഭവൻ. അതിനാൽ സിൻഡിക്കേറ്റിനെതിരെ താക്കീത് പോലുള്ള നടപടികളിലേക്ക് ഉടൻ ഗവർണർ കടക്കില്ല. അതേസമയം തന്നെ പോരിന് മുതിരാതെ കളി കാണാനാണ് ഗവർണറുടെ തീരുമാനം. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.